പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ ടി വീണയുടെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡിനെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ സ്വന്തം അണികൾ അല്ലെങ്കിൽ സ്വന്തം പാർട്ടിക്കാർ തന്നെ തല്ലി തകർത്ത കാറിന്റെ ഉടമയെ സഹായിക്കാതെ CPM കൈയൊഴിയുന്നു. പ്രതിഷേധത്തിനിടെ ED ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്ന ടാക്സി കാറാണ് CPM പ്രവർത്തകർ കല്ലെറിഞ്ഞും ഇഷ്ടിക കൊണ്ടുമൊക്കെ തകർത്തത്. ഈ വാഹനത്തിന്റെ ഉടമയും ഡ്രൈവറുമായ ശ്രീകാര്യം സ്വദേശി R. ശ്യാംരാജ് ഒരു CITU ഓട്ടോ ടാക്സി യൂണിയൻ യൂണിറ്റ് പ്രസിഡന്റ് കൂടിയാണ് എന്നതാണ് പാർട്ടിക്ക് വലിയ നാണക്കേടായി മാറുകയും ചെയ്തിരുന്നു. അന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. ED ഉദ്യോഗസ്ഥർ പുറത്തേക്കിറങ്ങിയ സാഹചര്യത്തിൽ അവർക്ക് നേരെ കൊലവിളിയുമായി ആഞ്ഞെടുത്ത CPM പ്രവർത്തകർ കാറിനെ തടയുകയും അതിനുള്ളിലേക്ക് ഇഷ്ടികകളും കല്ലുകളുമൊക്കെ വലിച്ചെറിയുകയും അത് ഭീകരമായി കാറിന് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. സംഭവം നടന്ന ഘട്ടത്തിൽ ഡ്രൈവർക്കുണ്ടായ നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള നഷ്ടപരിഹാരം തങ്ങൾ കൊടുക്കാമെന്ന് CPM വാക്കും നൽകിയിരുന്നു. പക്ഷേ സംഭവം നടന്ന് 1.5 മാസം പിന്നിട്ടിട്ടും കാറിന്റെ അറ്റകുറ്റപ്പണി തീർക്കാനോ ജീവനോപാധി നഷ്ടപ്പെട്ട തൊഴിലാളിയെ സഹായിക്കാനോ പാർട്ടി ഇതുവരെയും തയ്യാറായിട്ടില്ല. നിലവിൽ വണ്ടി നന്നാക്കിയ വകയിൽ വർക്ക്ഷോപ്പിൽ നൽകാനുള്ള 1,80,000 രൂപ കണ്ടെത്താനാകാതെ ശ്യാംരാജ് നരകിക്കുകയാണ്. ഇതിനിടയിൽ വാഹനത്തിന്റെ ബാങ്ക് വായ്പ തിരിച്ചടവ് മുടങ്ങിയതോടെ കാർ ജപ്തി ചെയ്യുന്ന ഭീഷണിയിലാണ് ഈ കുടുംബം. കഴിഞ്ഞ മെയ് 27-നാണ് തിരുവനന്തപുരത്ത് നാടകീയമായ ആക്രമണ സംഭവങ്ങൾ അരങ്ങേറിയത്. ED ഉദ്യോഗസ്ഥർക്കെതിരായ പ്രതിഷേധത്തിനിടെ CPM പ്രവർത്തകർ 2 കാറുകളാണ് ആക്രമിച്ചത്. ഇതിൽ 3 വനിതകളടക്കം 5 ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്ന ശ്യാംരാജിന്റെ വാഹനമാണ് ആക്രമികൾ ക്രൂരമായി തകർത്തത്. ആദ്യം മുട്ടയെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷം കരിങ്കല്ലും ഇഷ്ടികയും ഉപയോഗിച്ച് വണ്ടിയുടെ ചില്ലുകൾ അടിച്ചു തകർത്തു. ആക്രമണത്തിനിടയിൽ ചില്ല് തെറിച്ചു വീണ് ശ്യാംരാജിന്റെ കണ്ണിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഒരു സാധാരണ തൊഴിലാളിയുടെ ഉപജീവന മാർഗം പാർട്ടി പ്രവർത്തകർ തകർത്തതിൽ പാർട്ടിക്കാണ് ധാർമ്മിക ഉത്തരവാദിത്തമെന്നും ഡ്രൈവർക്കുണ്ടായ മുഴുവൻ നഷ്ടങ്ങളും ആശങ്കകളും പരിഹരിക്കാൻ പാർട്ടി അടിയന്തരമായി ഇടപെടുമെന്നും CPM ജില്ലാ സെക്രട്ടറിയായിരുന്ന A. റഹീം MP എന്ന് മാധ്യമങ്ങളോട് പരസ്യമായി ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ സംഭവ ദിവസം ചില പ്രാദേശിക നേതാക്കൾ ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിച്ചതല്ലാതെ പിന്നീട് സാമ്പത്തികമായി യാതൊരുവിധ സഹായവും പാർട്ടിയിൽ നിന്ന് ലഭിച്ചില്ലെന്നും ശ്യാംരാജ് വേദനയോടെ പറയുന്നു. നിർഭാഗ്യവശാൽ ആക്രമണം നടക്കുന്നതിന് 2 ദിവസം മുൻപ് മാത്രമാണ് വാഹനത്തിന്റെ ഫിറ്റ്നസ് കാലാവധി അവസാനിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും യാതൊരുവിധ പരിഹാര തുകയും ലഭിച്ചില്ല. സ്വന്തം പാർട്ടിയിൽ നിന്ന് നീതി ലഭിക്കാതായതോടെ കുടുംബം പുലർത്താൻ മറ്റു വഴികളില്ലാതെ ശ്യാംരാജ് ഇപ്പോൾ പെയിന്റിംഗ് പണിക്ക് പോവുകയാണ്. അസമയം ഇതേ സംഭവവുമായി ബന്ധപ്പെട്ട് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ കോടതി നടപടികൾ ഇന്ന് നിർണായക ഘട്ടത്തിലേക്ക് കടക്കുക കൂടിയാണ്. ആക്രമണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും ചിത്രങ്ങളും കോടതി നേരിട്ട് പരിശോധിച്ച് വിലയിരുത്തണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യത്തിൽ തിരുവനന്തപുരം ജില്ലാ കോടതി ഇന്ന് അന്തിമ ഉത്തരവ് പുറപ്പെടുവിക്കും. കേസിന്റെ വിചാരണ വേളയിൽ മാത്രമേ ദൃശ്യങ്ങൾ പരിശോധിക്കാവൂ എന്ന് പ്രതിഭാഗം വാദിച്ചെങ്കിലും ജാമ്യം പരിഗണിക്കുന്ന ഘട്ടത്തിലും കോടതികൾ ദൃശ്യങ്ങൾ പരിശോധിക്കാറുണ്ടെന്ന ശക്തമായ നിലപാടിലാണ് പ്രോസിക്യൂഷൻ. ഡിജിറ്റൽ തെളിവുകൾ പരിശോധിച്ചാൽ പ്രതികളുടെ കൃത്യമായ പങ്ക് പുറത്തുവരുമെന്നും അത് ജാമ്യം നിഷേധിക്കാൻ കാരണമാകുമെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. കേസിൽ ഉൾപ്പെട്ട മറ്റ് 2 പ്രതികളുടെ ജാമ്യാപേക്ഷയും ഇന്ന് കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. നേരത്തെ അനിൽകുമാർ, വിജയ്, നിഷാദ് എന്നീ 3 CPM പ്രവർത്തകരുടെ ജാമ്യാപേക്ഷകൾ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു.